നമ്മുടെ കൂടെ ഉള്ളത് സുധീഷ് ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, പ്രതിഭ ട്യൂട്ടോറിയൽസ് ആണ് നമ്മുടെ പുതിയ വിശേഷം. അപ്പോൾ ട്യൂട്ടോറിയൽ പഠിച്ച ഒരു ഓർമ്മകളൊക്കെ ഉണ്ടോ? ട്യൂട്ടോറിയൽ പഠിച്ചിട്ടില്ല, കോളേജിലാണ് പഠിച്ചത്. പക്ഷേ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പാരലൽ കോളേജ് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ സമയത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, കാരണം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു ആഗ്രഹം ഈ സിനിമയിലൂടെ സാധൂകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചിട്ടല്ല, അവിടെ പഠിപ്പിച്ചുകൊണ്ട്. കാരണം അധ്യാപകനല്ല, അതിൻ്റെ ഒരു സ്ഥാപകനായിട്ട്. ഈ അധ്യാപകനാവാനൊരു ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. സിനിമ തന്നെയായിരുന്നു പണ്ട് മുതലേ ഉള്ള അധ്യാപകനായിട്ട് അഭിനയിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അധ്യാപകനാവണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഇല്ല. കാരണം സിനിമയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും ആവാമല്ലോ. അധ്യാപകനാവാം, കുട്ടിയാവാം, അനിയനാവാം, ഏട്ടനാവാം, പല കഥാപാത്രങ്ങളും, പോലീസാവും, അങ്ങനെയൊക്കെ ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം 37 വർഷമായി ഈ ഒരു ജേർണി തുടങ്ങിയിട്ട്. എനിക്ക് അതിനകത്ത് രണ്ട് ഇയറിൽ മാത്രമാണ് സിനിമ വരാത്തുള്ളൂ. 88-ലും 90-ലും സിനിമ ഇല്ലേ? 88-ലും 90-ലും ഞാൻ നോക്കിയപ്പോ കണ്ടില്ല. ബാക്കി എല്ലാ വർഷങ്ങളിലും ഉണ്ട്. എന്റെ വിചാരം എല്ലാ വർഷവും ഉണ്ടെന്നാണ്. 88-ലും 90-ലും ഇല്ലല്ലേ? സത്യമായിരിക്കുമല്ലോ അല്ലേ? വിക്കിപീഡിയ പറയുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ബാക്കി എല്ലാ വർഷങ്ങളിലും സിനിമയുണ്ട്. ഇങ്ങനെ 88, 90 ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ 87-ലാണ് സിനിമയിൽ വരുന്നത്. പിന്നെ ആ ഒരു വർഷം 87-ലല്ലേ ഫസ്റ്റ് ഫിലിം അനന്തരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിയായിരിക്കും. കാരണം തുടങ്ങുന്ന സമയത്ത് ആദ്യം ഓരോ വർഷം ഓരോ സിനിമ, അപ്പൊ ചിലപ്പോ 88-ലും 90-ലും ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ശരിയാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആ ഒരു 2 ഇയർ ബാക്കി കംപ്ലീറ്റ് എല്ലാം അങ്ങനെ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോവാനുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ട്രിക്കും ഇല്ല. നന്നായി അല്ലേ? അത്രേ ഉള്ളൂ, വേറൊരു ട്രിക്കും ഇല്ല ഇതിലില്ല. എനിക്കില്ല കേട്ടോ. ഉണ്ടാവാം, വേറെ എനിക്കില്ല. എനിക്ക് ട്രിക്സ് ഇല്ല. സെൽഫ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു സംഭവം ഇല്ല, അതിനെപ്പറ്റി അറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സെൽഫ് മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് സെൽഫ് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ. അത് പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് നല്ലത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് പണ്ടേ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാറില്ല. സെൽഫ് മാർക്കറ്റിംഗ് ചെയ്ത് പാളിപ്പോയി കഴിഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കാറില്ല. സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമായി നിൽക്കാൻ ഇല്ല. ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കറിയാവുന്ന സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഉണ്ടെന്ന് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം. പിന്നെ നമ്മുടെ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെ ആരെയും വിളിച്ചു പറയുമ്പോൾ അതിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യും, നമ്മളെ പടം പ്രൊമോട്ട് ചെയ്യും, നമ്മളെ കഥാപാത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നല്ലാതെ വേറൊരു പരിപാടിയും ചെയ്യാറില്ല. കാരണം ബാക്കിയുള്ള ഇഷ്യൂസുകൾ നമുക്ക് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാതെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്, വേറെ ഒന്നുമല്ല. ചിലപ്പോൾ നമ്മളിപ്പം പ്രൊമോട്ട് ചെയ്തിട്ട് നാളെ പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് തെറ്റായോ മാറ്റി പറയേണ്ടി വരും. അല്ല, അപ്പോൾ നമ്മൾ കറക്റ്റ് എന്താണെന്നുള്ള അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. ഈ പ്രതിഭ ട്യൂട്ടോറിയൽസ് കംപ്ലീറ്റ് ഷൂട്ട് വരുന്നത് കോഴിക്കോടായിരുന്നു. അപ്പോൾ ചേട്ടന് വീട്ടിൽ പോയിട്ട് വരാൻ എളുപ്പമായിരുന്നു. ഞാൻ അതാണ് ആദ്യം ഏറ്റത്. നാട്ടിൽ തന്നെയാണല്ലോ. നാട്ടിൽ തന്നെയാണ്, പോയിട്ട് വരാം, കോഴിക്കോടാണെന്ന് ഇവർ പറഞ്ഞു. അത് ഈ പടം ശരിക്കും ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു ആദ്യം ഈ പടം പ്ലാൻ ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ അഡ്വാൻസ് ഒക്കെ തന്നിട്ട് പ്ലാൻ ചെയ്തു, പടം ചെയ്യാൻ തീരുമാനിച്ചു. കോഴിക്കോടാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ഒരു ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ വരാൻ ലേറ്റായി കുറച്ച്. അങ്ങനെ ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ആ ഷൂട്ടിംഗ് ആരംഭിച്ചത്. അപ്പോഴും ഷൂട്ടിംഗ് കോഴിക്കോട് തന്നെ. അപ്പോൾ നമുക്ക് സമാധാനമായി. പക്ഷേ ലൊക്കേഷൻ അവിടെ തന്നെ ആണല്ലോ. നോക്കിയപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നൊരു ഒരു പറയാ 25 കിലോമീറ്റർ 30 കിലോമീറ്ററോ വ്യത്യാസമുണ്ട് ഈ സ്ഥലത്തേക്ക്. അപ്പോൾ ഡെയിലി രാവിലെ 6 മണിക്ക് പോകണം എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് പോവാം, അത്യാവശ്യമാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് കോഴിക്കോടാണെങ്കിൽ പോലും ഹോട്ടലിൽ താമസിച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. വീട്ടിൽ പോയിട്ട് വരാനുള്ള ആഗ്രഹം അങ്ങനെ. ഇപ്പൊ പെട്ടെന്ന് ഇപ്പോൾ 5 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാം. വൈകുന്നേരം 5 മണിക്ക് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പിറ്റേന്ന് വന്നാൽ മതി. അതെ. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വീടെന്നുള്ളൊരു ചിന്താഗതി വരുന്നത്. ഇതിനകത്ത് എങ്ങനെ കഥാപാത്രം വരുന്നത്? കോമഡി ആയിട്ടാണോ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടാണോ? അതായത് ഇത് ഏറ്റവും വലിയ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥാപാത്രവും ഒരിക്കലും കോമഡി അല്ല. എല്ലാവരും സീരിയസ് ആണ്. ആ സീരിയസ് കോമഡി ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് കോമഡി ആയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞാൻ കോമഡി കാണിക്കാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കഥാപാത്രം മുതൽ കോമഡി കാണിക്കും? ഇല്ല. സീരിയസ് ആയിട്ട് പറയും. ആ വിഡ്ഢിത്തരങ്ങളാണ് കോമഡി ആയിട്ട് മാറുന്നത്. അതാണ് ഈ പടത്തിലെ സിറ്റുവേഷൻസ് എല്ലാവരും തന്നെ. അങ്ങനെയാണ് ത്രൂ ഔട്ട് പോകുന്നത്. ത്രൂ ഔട്ട് അങ്ങനെ തന്നെ. കാരണം ഇയാളെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഇതന്നെ ഒരു വിഡ്ഢിത്തരാണല്ലോ.
ഒരു പണിയില്ലാത്ത ആൾക്കാർ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ ആരംഭിക്കാം ചെയ്യാം. എന്ന് പറയുന്നതിൽ കോമഡി ഉണ്ട് അതിൽ. പ്രതിഭ ഒരു വിവരം അപ്പം തന്നെ തുടങ്ങി ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോണത്. കാരണം ഒരു വിവരമില്ലാതെ രണ്ടാൾക്കാർ തീരുമാനിക്കുകയാണ് പ്രതിഭ ട്യൂട്ടോറിയൽസ് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിക്കാം. അപ്പം തന്നെ അതിലൊരു കോമഡി വർക്കൗട്ടായി. പിന്നെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്നുള്ളതാണ്. അപ്പോഴാണ് അതിൽ ജോയിൻ ചെയ്യാൻ വന്ന കുട്ടികളും ചെയ്യാൻ വന്ന കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടി ഇല്ല പറയാനായിട്ട്. പിന്നെ ഇവർ ആദ്യം തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ വൈഫൈ അനൗൺസ് ചെയ്യണം കോളേജിൽ, അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഇവർക്ക് കുട്ടികളെ കിട്ടാന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും. അപ്പോൾ അതിനെ എതിർക്കുന്ന കുറച്ച് വേറെ നാട്ടിൻപുറത്തുള്ള കുറച്ച് ആൾക്കാരും, ജോണി ആൻഡി ചേട്ടനെ പോലത്തെ കുറച്ച് ആൾക്കാർ, ഇതിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരും, അങ്ങനെ ഇവിടെ കോളേജ് ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരും, അങ്ങനെ എല്ലാവരും സീരിയസാണ്. പക്ഷേ അത് ഔട്ട്പുട്ട് വരുന്ന കോമഡി ആയിട്ട്. ഈ പ്രതിഭ എന്നുള്ള പേര് സെലക്ട് ചെയ്യുന്നത് അതൊരു ഗംഭീര സെലക്ഷനാണ്. കാരണം എല്ലാവർക്കും പറയാൻ പറ്റിയൊരു പേരാണ് പ്രതിഭ. അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ രണ്ടാൾക്കാരെ പേരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പ്രദീപനും ഭരതനും. പ്രദീപനും ഭരതനും മിക്സ് ചെയ്തിട്ട് പ്രതിഭയാക്കി. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഈ പടത്തിൻ്റെ. ഓക്കെ. പിന്നെ വേറൊരു വിശേഷം ചോദിക്കാനുള്ള മണിച്ചിത്രത്താഴ് വീണ്ടും റിലീസ് കണ്ടിരുന്നോ പോയിട്ട് തിയേറ്ററിൽ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഒരു പുതിയ സിനിമ കാണുന്ന ആവേശത്തിൽ തന്നെ പോയി കണ്ടത്. അതുപോലെ തന്നെയാണ് എനിക്ക് ആ പടം ഫീൽ ചെയ്തത്, ഒരു ഫ്രഷ് ഫിലിം കാണുന്ന പോലെ. ഓക്കെ. ഞാൻ ഈ സിനിമയുടെ ഈ മണിച്ചിത്രത്താഴ് വീണ്ടും ഇറങ്ങിയല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഇൻ്റർവ്യൂസ് കുറേ ജസ്റ്റ് പഴയതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ അതിനകത്തുള്ള ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ചേട്ടൻ ആ കഥാപാത്രം കിണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രമാണല്ലോ അതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ചേട്ടന് നെഗറ്റീവ് റോൾസും കൂടെ കുറച്ച് കിട്ടുന്നത് കുറഞ്ഞെന്നും, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കരിയർ ഗ്രാഫ് വേറൊരു രീതിയിൽ പോയേനെന്ന് ഒരു കമൻറ്റ് കണ്ടതാണ്. ചേട്ടൻ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? അതായത് എങ്ങനെ കമന്റ് എന്താ കണ്ടത്? അതായത് ആ കിണ്ടി കഥാപാത്രം വന്നു, അതൊരു കോമഡി ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ആയിപ്പോയി. അല്ലെങ്കിൽ കുറച്ചുകൂടി നെഗറ്റീവ് കഥാപാത്രം അതും അങ്ങനെ തന്നെയാണല്ലോ. ഒരാളൊരു സംഭവം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ ആ ടൈപ്പുള്ള ക്യാരക്ടേഴ്സേ കൂടുതൽ വരുള്ളൂ. പിന്നെ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ സംവിധായകൻ വന്നിട്ട് ഒരു സാധനം തരണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ PR വർക്ക് ചെയ്തിട്ട് ഒരു പുതിയ സംഭവം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പം അങ്ങനെ അതെല്ലാവർക്കും ഉള്ള തന്നെ. ഒരു പോലീസ് വേഷം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് പോലീസ് വേഷം സ്ഥിരമായിട്ട് വരും. ഒരു കള്ളനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കള്ളൻ്റെ വേഷങ്ങൾ ത്രൂ ഔട്ട് വരും. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് ഒരു പുതിയ ഡയറക്ടർ ഒന്ന് തീരുമാനിക്കണം. അപ്പം അങ്ങനെ പിന്നെ എനിക്കൊരു സംഭവിച്ചത് ഈ അടുത്ത കാലത്താണ്. തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു കഥാപാത്രം എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത്. അപ്പോൾ അതിന് ശേഷമാണ് വെറൈറ്റി ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാം എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയതും ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന് വേണ്ടി ആൾക്കാർ വിളിച്ചു തുടങ്ങിയതും. അത് തീവണ്ടിയെ കുറിച്ച് ഞാൻ ചോദിക്കാനിരിക്കുന്നു. അതിനകത്തൊരു സീൻ ഉണ്ടല്ലോ, വാവ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കിടത്തിയിട്ട് അപ്പോൾ ചേട്ടനൊരു എക്സ്പ്രഷൻ ഉണ്ട്, ആ ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ട് ആ പുക ഇങ്ങനെ മുഖത്തേക്ക് വിട്ടിട്ട്, അതായത് കൊച്ചി എഴുന്നേക്കുമല്ലോ. അപ്പോൾ ചേട്ടന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഒരു ആങ്സൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ അതല്ല, സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ. അപ്പൊ ഡയറക്ടർ എന്താ പറഞ്ഞത്, എന്ത് സംഭവം വേണമെന്നാ പറഞ്ഞത്? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അതായത് ഡയറക്ടർ പറഞ്ഞ് ഇങ്ങനെ പുക വലിച്ചു കിട്ടുമ്പോൾ ഇയാൾ ആദ്യം തന്നെ ഈ കഥാപാത്രത്തെ കുറിച്ചാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. ആ സമയത്തുള്ള സിറ്റുവേഷൻ അല്ല. ഈ കഥാപാത്രം ഒരു അലസനായ ഒരു അമ്മാവനാണ്. ഇയാൾക്ക് വേറെ ചിന്താഗതിയും കാര്യങ്ങളൊന്നുമില്ല. ഇയാളിങ്ങനെ സിഗരറ്റും വലിച്ച് ഇയാൾക്ക് കുടുംബവും കാര്യങ്ങളൊന്നുമില്ല. ഇയാൾക്ക് ഒന്നൊരു വിഷയമല്ല. പോയ വന്ന വഴി. ഇനിയിപ്പോൾ കുട്ടി മരിച്ചാൽ ഇയാൾക്ക് വലിയ, എന്നാലും പിന്നെ എന്താ പറയുക, മറ്റേ പെങ്ങളെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട്. പെങ്ങളെ മോനാണല്ലോ സംഭവം. എങ്കിൽ കൂടെ ഇയാൾക്ക് വലിയ, അല്ലാതെ ഇയാളെ ആരെങ്കിലും ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് പിന്നെ മുഖത്തേക്ക് ഊതി കൊടുക്കുമോ? അത്ര ഇതാണെങ്കിൽ ഇയാൾ ട്രൈ ചെയ്ത് നോക്കിയതാ, കിട്ടോ ഇല്ലോ എന്നുള്ള കാര്യം. അപ്പൊ ഇയാൾക്ക് ഞാൻ ചെയ്ത സാധനം വർക്കൗട്ട് ആയല്ലോ എന്ന് പറയുന്നൊരു ആങ്സൈറ്റി ആണ് അവിടെ വേണ്ടത്. അല്ലാതെ ഇവരെ രക്ഷപ്പെടുത്തി എന്നുള്ള സംഭവത്തിലുപരിയായിട്ട് ഇതൊരു സാധനം ഇവർക്ക് സമാധാനമായല്ലോ എന്നുള്ളൊരു, കൊച്ചിനെ കിട്ടിയല്ലോ എന്നുള്ളൊരു സാധനം, അത്രേ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ അതൊരു നൂലുമേ കളി പോലെ അങ്ങനെ പോകണം. കാരണം അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എന്നാൽ കംപ്ലീറ്റ് പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതൊരു രണ്ടിന്റെയും ഇടയിലൂടെ പോകുന്ന ഒരു കഥാപാത്രമായിരുന്നു അല്ലേ? അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണോ അത് ചെയ്ത് ഫലിപ്പിക്കാനായിട്ട്? ഇല്ല, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരണം. ചെയ്ത് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോഴേ നമുക്ക് അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യുമ്പോൾ ത്രില്ല് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ചെയ്യാൻ, ഏത് ടൈപ്പ് ആണെങ്കിലും. ചേട്ടന് ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഈ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടമുണ്ടോ? ഏത് കഥാപാത്രം ചെയ്യാലോ. വില്ലനാണെങ്കിൽ വില്ലൻ, അല്ലെങ്കിൽ മറ്റു ഇനിയിപ്പോൾ വില്ലൻ കഥാപാത്രങ്ങൾ കുറച്ച് കിട്ടാൻ സാധ്യത ഉണ്ട്, കൂടുതലുണ്ട്. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടന് കൂടുതൽ ഫലിപ്പിക്കാൻ ഇഷ്ടം ഏതാ?
കാരണം കുറെ നാൾ കോമഡി ജോണർ ചെയ്ത് വന്നതാണ്, അത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ സുരാജ് ഏട്ടനെ പോലെയുള്ള കുറെ ആളുകൾ ചുവട് മാറ്റി അവിടെ നിന്ന് മാറി ക്യാരക്ടർ റോൾസിലേക്ക് മാറി തുടങ്ങി. ഇപ്പൊ അവർ രണ്ട് അല്ല, ഞാൻ സ്വയമായിട്ടൊന്നും ചുവട് മാറ്റുന്നൊന്നുമില്ല. കാരണം നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അഭിനയിക്കാനുള്ള റേഞ്ച് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പല ആൾക്കാരും പല വേഷത്തിനും വിളിക്കും എന്നുള്ളൊരു വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ വിജയിപ്പിക്കുക. അല്ലാതെ നമ്മളായിട്ട് സ്വയം ചുവട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സോട് ചെയ്യാനുണ്ട്. ഒരു വില്ലൻ, അല്ലെങ്കിൽ ഒരു നായകൻ, അല്ലെങ്കിൽ ഒരു ദുഃഖമുള്ള ആള്, കോമഡി, ഇത് മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ചെയ്യാൻ. അത് ശരിയാ. അപ്പോൾ നമ്മൾ അത് വെറൈറ്റി വരട്ടെ. അല്ല, ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകുമെന്നുള്ള ഒരു തോട്ട് വന്നിട്ട് മാറ്റാം എന്നുള്ള തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വരുന്ന കഥാപാത്രങ്ങൾ ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. ടൈപ്പ് കാസ്റ്റിംഗ് വരുമ്പോൾ ചെറിയൊരു വിഷമം വരും. കാരണം നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ കുറേ വേഷങ്ങൾ വരുമ്പോൾ യുദ്ധം അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ തോന്നുന്നൊരു പ്രശ്നം വരും. പണ്ടൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം അനിയനായിട്ട് അഭിനയിക്കുന്ന സമയത്തും പിന്നെ ഒരു സിമ്പതി കിട്ടും. എല്ലാവരും പറയും വിളിച്ചിട്ട്, ഇത് നല്ല റോളാണ്, നല്ല സിമ്പതി കിട്ടും, മരിക്കും, ഇൻ്റർവെൽ ശേഷം മരിക്കും എന്ന് പറയും. അപ്പം നല്ല സിമ്പതി കിട്ടും പറയും. അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് 2-3 വിളിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ മരിയായി, ഇതെന്താ ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള രീതി. അപ്പം അത് മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവർക്കും. അപ്പോൾ അവർ വിചാരിക്കണം ഇവനത് മാത്രമല്ല മറ്റേ സാധനം ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അത് ഡയറക്ടറുടെ ഒരു കഴിവും കാഴ്ചപ്പാടുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തീവണ്ടി എന്ന് പറയുന്ന പടം ഫെല്ലിനി ആണെങ്കിലും വിനി ആണെങ്കിലും അവർക്ക് പിന്നെ അവർ അങ്ങനെ ഒരു സാധനം നമ്മൾ ഏൽപ്പിച്ചതിന് വലിയൊരു കാര്യമാണ്. ഒരു ഇമേജും ഇല്ലാത്തൊരു കഥാപാത്രമാണത്, അല്ലേ? ശരിയല്ലേ? വേറെ തന്നെ ഒരു സാധനമാണ്. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുക്കൂടെ പോകുന്ന ഒരു കഥാപാത്രം, അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ പക്ഷെ അങ്ങനെ കുറെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അതുപോലെ 2018 നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പറയുമ്പോൾ അതിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു, കാരണം നമുക്ക് ചേട്ടൻ അതുവരെ കണ്ട സുധീഷ് ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് ചിരി വരുമല്ലോ. അത് മാറ്റി എഴുതിയ ഒരു സിനിമയായിരുന്നു 2018 എന്നുള്ളത്. അതിൻ്റെ ഒരു ഓർമ്മകൾ. അതിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം അത്രയും അവരുടെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ജോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. അത് വളരെ പ്ലാൻഡായിട്ട് ഇത്രയും വലിയ സിനിമ ഇത്രയും ചെറിയ രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അതും ജൂഡിൻ്റെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ മാത്രം ഒരു കഴിവാണ്. ഇപ്പോൾ വേറെ ഒരു സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെ വേണമെങ്കിൽ വലുതായിട്ട് ഒരുപാട് എക്സ്പെൻസൊക്കെ ആക്കിയിട്ട് ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിൻ്റെ പരിമിതിയിൽ, കേരളത്തിൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ടിട്ട് അത്ര ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തൊരു സിനിമയാണത്. അപ്പം നമുക്ക് ഭയങ്കര സേഫായിരുന്നാലും അഭിനയിക്കാൻ നേരത്ത്. പക്ഷേ അതിൻ്റെ ഒരു പടം മൊത്തത്തിൽ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഏരിയയാണ് ഈ പടത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നുള്ള കാര്യം ഞാൻ പടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്തുണ്ടല്ലോ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഏരിയ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അവസാനം വന്നപ്പോൾ ഇല്ല ഫുൾ സ്ക്രിപ്റ്റ് നമ്മുടെ ഒരു ഏരിയ മാത്രമേ അറിയണ്ടായിരുന്നു. അപ്പം പിന്നെ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ പടം കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു, ഞാൻ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം എൻ്റെ സിനിമയിൽ ഞാൻ ഇത്രയധികം മുഴുകിപ്പോയത് സിനിമ കാണുമ്പോൾ 2018 മാത്രമാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ വയനാട് ദുരന്തം വന്നപ്പോൾ പലരും കഥകൾ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ പിടിച്ചു നിന്നു, ഇവിടെ പിടിച്ചു നിന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സീൻ, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. കാരണം നമ്മൾ അത് കാണുന്നില്ല, കഥകൾ പറഞ്ഞ് കേൾക്കുന്നില്ല. നമുക്ക് വിഷ്വൽ എഫക്റ്റ് കിട്ടിയ സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ 2018 സിനിമ ഈ ഒരു സമയം കൂടെ വന്നപ്പോൾ ഒന്നും കൂടി നമുക്കൊക്കെ ഒന്ന് ആ ഒരു ചേട്ടൻ്റെ അല്ല അത് 2018 കണ്ടപ്പോൾ എന്നോട് വയനാട് ദുരന്തത്തിൻ്റെ കാര്യമല്ല, അല്ലാതെ തന്നെ അത് അനുഭവിച്ച ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അനുഭവിച്ചാണ്. അത് പിന്നെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും, വയനാടും അതുപോലെ ചങ്ങനാശ്ശേരിയും അവിടെ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞു ഞാനൊക്കെ അനുഭവിച്ചാണ് നിങ്ങളെ സിനിമയിൽ കാണിച്ചത് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാം. ചേട്ടനെ അഭിനയിക്കുകയാണെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ശരിക്കും അങ്ങ് അത് മൊത്തത്തിൽ നമ്മളെ മാത്രമല്ല സ്ക്രിപ്റ്റും വലിയ സ്ക്രിപ്റ്റൊന്നും ആ സീൻസിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആ സമയത്ത് ചൂട് പറയുന്ന ചില കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആ സമയത്ത് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു അങ്ങനെ ഒരു തിരക്കഥയാണ് സിനിമ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത്, ഇങ്ങനെ സിറ്റുവേഷൻ വരും, ഒരു ഡ്രമാറ്റിക് കാര്യങ്ങളൊന്നും അവിടെ പറയാനില്ല. ആ സിറ്റുവേഷനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വെച്ചിട്ടായിരുന്നു അത് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഈ നമ്മുടെ സിനിമ പ്രതിഭ ട്യൂട്ടോറിയൽസ് ഇറങ്ങുന്നത് September 13 അത് ഓണം അടുപ്പിച്ചാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഓണം റിലീസുകളായിട്ട് കുറേ വമ്പൻ സിനിമകളുടെ കൂടെ ആയിരിക്കുമല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ?
ഓക്കെ, ഇത്രയും നല്ല കഥാപാത്രമാണ്, കഥയാണ്. ഈ വമ്പൻ സിനിമയാണോ എന്നുള്ള കാര്യം പടം വന്നതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അല്ല, സാധാരണ എപ്പോഴും സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിലാണെങ്കിലാണ് ഓണം, വിഷു അങ്ങനെ ഒരു സെലിബ്രേഷൻസ് വരുമ്പോൾ ഇറക്കാറുണ്ടല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഈ പറഞ്ഞൊരു വമ്പൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ARM നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്, അജയൻ്റെ 2ാം മോഷണത്തിൽ. അതാണ് ഒരു പ്രധാനപ്പെട്ട സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു ഓണത്തിന് ഇറങ്ങുന്ന പടം. അല്ല, അത് വേറെ കാറ്റഗറി, ഇത് വേറെ കാറ്റഗറി. ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് വേറെ രസകരമായിട്ട് എല്ലാവർക്കും നേരമ്പൊക്കെ ആയിട്ട് ഒരു ഓണത്തിന് സദ്യ കഴിച്ച് കഴിഞ്ഞ് വളരെ റിലാക്സ് ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും പ്രായഭേദം എന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിട്ട് ഞാനിത് മനസ്സിലാക്കുന്നത്, കാണുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെയാണ് നമ്മൾ എടുത്തത്. പിന്നെ ബാക്കി പറഞ്ഞ പോലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറയാനുള്ളൂ എന്നുള്ളത് അല്ലേ. ഓക്കെ, എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തോട്ടെ. ഇപ്പം ഈ സിനിമയിൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, അത് സിനിമയെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓണം റിലീസുകളെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബാധിക്കും എന്നുള്ളൊരു തോട്ട് വന്നിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല. സിനിമ പ്രേക്ഷകർ സിനിമ കാണും, നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെടും. അത് വേറൊരു ഇമേജ് വെച്ചിട്ടൊന്നും ഈ പ്രേക്ഷകർ സിനിമ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ കണ്ട് നല്ലതാണെങ്കിൽ അവർ നല്ലതെന്ന് പറയും. അതല്ല, സിനിമ ഒരു സാധനം, ഒരു കലാപരമായിട്ടുള്ളൊരു സംഭവം ആസ്വദിക്കുക. അത് ഇതായിട്ട് പേഴ്സണലി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അത് ആസ്വദിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. അത് അങ്ങനെ തന്നെ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ സിനിമ നടനാണെങ്കിൽ സിനിമാക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമേജ് കാത്ത് സൂക്ഷിക്കണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടോ ചേട്ടനുണ്ടോ? അല്ലെങ്കിൽ കാരണം ആളുകൾ ജഡ്ജ് ചെയ്യുന്നു, കാരണം നിങ്ങൾ പബ്ലിക് ഫിഗേഴ്സ് ആണല്ലോ, അപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധാരണ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അത് അവിടെ ഒരു പത്രത്തിലൊരു കുഞ്ഞി കുളത്തിൽ വന്ന് ചിലപ്പോൾ പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടോ? ആ ഇമേജ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതല്ല, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, തെറ്റൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇമേജ് വന്നോളും. അത് സാധാരണക്കാരനാണെങ്കിലും സിനിമക്കാരനാണെങ്കിലും അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വരുന്നില്ല. ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, തെറ്റ് ചെയ്യാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് ഇരുന്നാൽ മതി. ഓക്കെ, ഇനി ഓണം വരികയാണ്. അപ്പോൾ ഇത്തവണ ഓണം ആയതുകൊണ്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ ഓണം പരിപാടി എന്താ ഇത്തവണ? അല്ല, ഓണത്തിന് ഇപ്പോൾ എനിക്ക് 2 സിനിമ ഇറങ്ങാനുണ്ട്. ഒന്ന് ARM, പിന്നെ ഞാൻ പ്രധാനമായിട്ട് അഭിനയിക്കുന്ന പ്രതിഭ ട്യൂട്ടോറിയൽസും. രണ്ടും എനിക്ക് പ്രതീക്ഷയുള്ള സിനിമയാണ്. രണ്ടും ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടും 2 എക്സ്ട്രീം ആയിരിക്കും. പക്ഷേ എങ്കിലും 2 സിനിമകൾ നന്നായിട്ട് വരട്ടെ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പ്രതിഭ ട്യൂട്ടോറിയൽസിൻ്റെ പ്രൊമോഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിഭ ട്യൂട്ടോറിയൽസ് ഒരു എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക, അത്രേ പറയാനുള്ളൂ. ഇത്തവണ ഓണം ഫാമിലിയുടെ കൂടെ തന്നെ ആയിരിക്കും? അപ്പോൾ അത് സൈറ്റിലായിരിക്കും? അല്ല, ഇപ്രാവശ്യം എനിക്ക് ഷൂട്ടിംഗ് ഇനിയിപ്പോൾ ഉള്ളത് ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓണം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓൾറെഡി ഷൂട്ടിംഗ് ഉള്ളത്. അപ്പോൾ ഫാമിലിയുടെ കൂടെ ആയിരിക്കും. എല്ലാ തവണയും ലൊക്കേഷനിലേക്കായിരിക്കും അല്ലേ മിക്കവാറും? ചില സമയത്ത് ലൊക്കേഷനിലായിരിക്കും, ചില സമയത്ത് വീട്ടിലായിരിക്കും. അത് ഓരോ ഇതുപോലെ. ഇത്തവണ എന്തായാലും ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. പ്രതിഭ ട്യൂട്ടോറിയൽസ് കാണാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാല്ലേ? ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോവാം? അതെ, എല്ലാവരും ഒരുമിച്ച് പോകും. ഓക്കെ ചേട്ടാ, കണ്ടതിൽ സന്തോഷം. എന്തായാലും സിനിമ സെപ്റ്റംബർ 13 ഇറങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. TCV ഓണം പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഫൈനാൻസ് ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.